കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പത്തിയൂർ പടിഞ്ഞാറ് യൂണിറ്റ് കൺവെൻഷൻ നടത്തി. യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേഴ്സിക്കുട്ടി ജോർജ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പത്തിയൂർ പടിഞ്ഞാറ് യൂണിറ്റ് കൺവെൻഷൻ നടത്തി. യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേഴ്സിക്കുട്ടി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ജപ്പാനേക്കാൾ കൂടുതലാണ് നമ്മുടെ GDP, നമ്മുടെ മൊത്ത വരുമാനം, മൊത്ത ഉൽപാദനം എന്നുള്ള ഒരു കണക്കും ഉണ്ട്. കണക്കനുസരിച്ച് ശരിയാവാം, പക്ഷേ ഇതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നവർ ആര് എന്നുള്ളിടത്താണ് പ്രശ്നം കിടക്കുന്നത്. ഞാനിത് അധികം പറഞ്ഞ് നീട്ടുന്നില്ല. നമുക്ക് നമ്മുടേതായ മറ്റ് പല കാര്യങ്ങളിലേക്കും വരാനുണ്ട്. ഇതോടൊപ്പം ഇപ്പോൾ ഇന്നിവിടെ സൂചിപ്പിച്ചു, ജൂലൈ മാസം 8-ാം തീയതി തലസ്ഥാനത്ത് രാജ്ഭവനിലേക്കും ഇവിടെ മറ്റ് 13 ജില്ലകളിലേക്ക് കേന്ദ്ര ഓഫീസുകളിലേക്ക് നമ്മളൊരു മാർച്ച് നടത്തി, ധർണ നടത്തി. അത് എന്തിനായിരുന്നു? അത് സംസ്ഥാന സമ്മേളന തീരുമാനം അനുസരിച്ച് തന്നെ നടത്തിയ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു. അതിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഡിമാൻഡുകൾ, എല്ലാവർക്കും അറിയാവുന്ന ഡിമാൻഡുകൾ എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും പ്രധാനമെന്ന് പറയാനില്ല, അതിനകത്തെ 3 ഡിമാൻഡുകളും ഒന്നിനൊന്ന് പ്രധാനപ്പെട്ടത് തന്നെ. ഒന്ന്, PFRDA ആ നിയമം തന്നെ റദ്ദ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മളിപ്പോൾ പറയാറുണ്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വേണമെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ PFRDA നിയമമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതാണ് സ്റ്റാറ്റ്യൂട്ട്. അപ്പം ഇപ്പം കിട്ടുന്ന നമ്മൾക്കല്ല, നമ്മൾക്ക് ശേഷമൊക്കെ 2013 ശേഷം സർവീസിൽ വന്ന് റിട്ടയർ ചെയ്തവർക്ക് കിട്ടുന്നത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണ്, അതിൻ്റെ ഒരു സാങ്കേതിക അർത്ഥത്തിൽ പറയുമ്പോൾ. യൂണിയൻ മുതുകുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ SK ഗോവിന്ദൻകുട്ടി കാർണവർ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് C ബേബിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് VB ജയദേവൻ നായർ പുതിയ അംഗങ്ങളെ സ്വീകരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് P ചന്ദ്രൻ നായർ ലഹരി വിരുദ്ധ സെമിനാർ നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം B ബാലകൃഷ്ണപിള്ള, M അബ്ദുൽ വാഹിദ്, B ഉണ്ണികൃഷ്ണൻ, R ആനന്ദൻ, PC അനിൽകുമാർ, R വിജയകുമാർ, M രാധ എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.